ആദ്യം തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അരുണിമ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 ഏപ്രിൽ 1-ാം തീയതിയാണ്. ഞാൻ അതിനു മുന്നേ മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് 6ഓളം PSC ലിസ്റ്റുകളിൽ പേരുണ്ടായിരുന്നെങ്കിലും നിയമനങ്ങളൊന്നും ആകാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചു പോരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ ഞാൻ വന്നപ്പോൾ മാതാവിനെ പിടിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. അതിനുശേഷം അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമ്മൾ വിശിഷ്യ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആ ഉടമ്പടി കൂടുതൽ ഫലവത്താകുന്നതെന്ന്. അതിൻ്റെ ഫലമായി ഉടമ്പടി പത്രം വിതരണം ചെയ്യുമ്പോൾ ഞാൻ ഓരോ വചനവും എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ നല്ലൊരു മഴയുള്ള ദിവസം ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഉടമ്പടി പത്രം മുഴുവനും കൊടുത്തു. അങ്ങനെ അന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായും കൃപാസനം തിരിയിൽ മാതാവിൻ്റെ രൂപം കാണുകയും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ മാതാവിൻ്റെ തിരുഹൃദയം കാണുകയും ചെയ്തു. പിന്നീട് എനിക്ക് മാതാവിൻ്റെ രൂപങ്ങൾ പിന്നീട് കാണുമായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ഓരോ അത്ഭുതങ്ങൾ അമ്മയുടെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ എൻ്റെ നിയമനത്തിൻ്റെ കാര്യമൊന്നും ആകുന്നില്ല എന്ന് വിഷമിച്ച് ഇരുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. 7 എന്ന സംഖ്യയാണ് ഞാൻ കാണുന്നത്. 7 എന്ന സംഖ്യയും എൻ്റെ പേരുമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, മാതാവേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നാണല്ലോ ബൈബിളിൽ പറയുന്നത്. ഇത് സത്യമാണെങ്കിൽ, ഈ വചനം സത്യമാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് കാണിച്ചു തരണം. ദൈവത്തിന് അസാധ്യം ആയിട്ടൊന്നും ഇല്ലെന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മെയിൻ ലിസ്റ്റിൽ 3-4 എണ്ണത്തിനുണ്ടായിരുന്നു, 2 എണ്ണം സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതകരമായിട്ട് മെയിൻ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടുന്നതിനേക്കാൾ മുന്നേ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും എനിക്ക് നിയമനം ലഭിക്കുകയുണ്ടായി. ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെ 7 എന്ന അഡ്വൈസ് നമ്പറിൽ എൻ്റെ പേരാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കി 1 വർഷം ആകുന്ന അന്നേ ദിവസം അഡ്വൈസ് മെമ്മോയിൽ 7 എന്ന ഇതിൽ എനിക്ക് നിയമനം ലഭിച്ചു. ഉടമ്പടി എടുത്ത് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ധ്യാനം കൂടുമായിരുന്നു. പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു മരിയൻ സദനം ഉണ്ടായിരുന്നു, അവിടത്തേക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ വാർദ്ധക്യമായിട്ടുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഉടമ്പടി വഴി എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ കിട്ടി. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. ജെറമിയ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അരുണിമ എന്ന ഈ അക്രൈസ്തവ മകളുടെ ഉടമ്പടി ജീവിതാനുഭവമാണ് നമ്മോട് പങ്കുവെച്ചത്. പല ലിസ്റ്റുകളിൽ വന്നിട്ടും ഒരു സർക്കാർ ജോലി ലഭിക്കാതെ ഏറെ മനോവിഷമത്തിലും ക്ലേശത്തിലും പോയ നാളുകളിലാണ് മകൾ അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് ഏറ്റവും വിശ്വസ്തതയിൽ, ഏറ്റവും വിശുദ്ധിയിൽ, ദൈവസ്നേഹത്തോടു കൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നന്നായി വിശേഷവിധിയായി ചെയ്തുകൊണ്ട് മകൾ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, നല്ല മഴയുള്ള ദിവസവും ക്ലേശമുള്ള ദിവസങ്ങളിലുമൊക്കെ ഒരു മടി കൂടാതെയും കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നുവെന്ന്. നമ്മൾ ഉടമ്പടി നന്നായി ജീവിച്ച് മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ അമ്മ മാതാവ് തന്നെ നമുക്കടയാളങ്ങളിലൂടെ നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിനുള്ള വഴികൾ തുറക്കുന്നത് മനസ്സിലാക്കി തരും. മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി പുതുക്കിപ്പോകുന്ന ഒരു ദിവസം സ്വപ്നം കാണുന്നു. അതിൽ 7 എന്ന അക്കവും പേരുമാണ് കാണുന്നത്.
മകൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. മകളുടെ അഡ്വൈസ് നമ്പർ ലഭിക്കുമ്പോൾ അതിൽ 7ാമത്തെ നമ്പറായിട്ടാണ് മോളുടെ പേര് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു മാതാവിൻ്റെ സന്ദേശമാണ് ഒരു സ്വപ്നമായി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നിശ്ചയമായും ആ ഉടമ്പടിയുടെ നിയോഗത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധമുണ്ടായിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിൽ ശരണപ്പെടുകയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന ആഗ്രഹത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അമ്മ അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് നമ്മളെ പ്രത്യേകമാംവിധം അമ്മയുടെ ഇടപെടലിലൂടെ സഹായിക്കും. ഇടപെടലിലൂടെ അമ്മ സഹായിക്കുന്നതിൻ്റെ അടയാളമാണ് സ്വപ്നത്തിൽ 7 എന്ന അക്കത്തോട് ചേർന്ന് മകളുടെ പേര് എഴുതി കാണിച്ചു കൊടുക്കുന്നത്. നാളെ ഒരു കാലത്ത് അവൾക്ക് അഡ്വൈസ് കിട്ടുമ്പോൾ ഇത് എൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പേപ്പറാണ് നിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് അമ്മ പറയുന്നതിന് തുല്യവുമാണത്. മകൾ മറ്റൊന്നുകൂടി എടുത്തു പറഞ്ഞു, എനിക്ക് മെയിൻ ലിസ്റ്റിൽ നിന്നല്ല ജോലി കിട്ടിയത്, എനിക്ക് സപ്ലിയിൽ നിന്നാണ് ജോലി കിട്ടിയത് എന്ന് വെച്ചാൽ എനിക്ക് നിയമനം കിട്ടുവാൻ പ്രയാസമുള്ള ഇടത്ത് നിന്ന് അമ്മ എന്നെ തിരഞ്ഞെടുത്ത് ജോലി നൽകി എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കിയെന്ന്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, നമ്മൾ ഉടമ്പടിയിലാണോ, ഉടമ്പടിയിൽ കൃത്യമായ സന്ദേശങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ദൂതരിലൂടെ ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ അമ്മയും ഈശോയും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ആ പ്രത്യാശയോട് കൂടി ഉടമ്പടി കൂടുതൽ നന്നായി ജീവിക്കുവാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.